ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതാ അയല തപ്പിപ്പോയിട്ട് അയല കിട്ടിയില്ല. ഇത് അടവാണ്. അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഇതിന് എന്നാ പറയും? പരവ. 2 പച്ചക്കായും എടുത്തിട്ട് ഒരാണക്കറി. നാട്ടിലൊക്കെ ആണക്കറി എന്നാണ് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് പറയുന്നത് അറിയത്തില്ല. എന്നാലും കുടംപുളിയൊക്കെ ചേർത്തിട്ട് കായും നമുക്ക് ഉണക്കമീനും കൂടി ഒന്ന് ചാറ് വെക്കാം. അയല സൂപ്പർ. പക്ഷേ അത് ഇന്ന് കിട്ടാത്തത് കൊണ്ട് ഞാൻ അടവെടുത്തത്. പിന്നെ സ്രാവ് മീനാണ് ഇഷ്ടമുള്ളവർ, അങ്ങനെയാണെങ്കിൽ അതിട്ടും കറി വെക്കാം കേട്ടോ. അപ്പം ഇതാദ്യമേ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് അരിയാം. ഒരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. കായൊക്കെ അരിഞ്ഞ് ഇതാ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം കഴുകിയതാ. ഇനി അതങ്ങോട്ട് ഒരു ചട്ടിയിലോട്ട് ഇട്ടേക്കാം. മീൻ കണ്ടോ? അതുപോലെ തന്നെ മീനും വെട്ടി കഴുകി വെള്ളത്തിൽ ഇട്ടതാ. അയില തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. ഉള്ളത് വെച്ചിട്ട് ഉള്ള മീൻ കിട്ടുന്ന മീൻ മേടിച്ച് കറി ഉണ്ടാക്കി കഴിക്കണേ. ഇതാ 4 പച്ചമുളക്, 3-4 ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, നമ്മുടെ കുടംപുളി ഒരു ഇത്ര മതിയേ, 2 കഷ്ണം കുടംപുളി. ഉപ്പ് വേണ്ട കേട്ടോ. ഉപ്പ് ഉണക്കമീനായതുകൊണ്ട് വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. സ്റ്റൗവൊക്കെ ഓൺ ചെയ്യാം. ഇനിയും മൂടി വെച്ച് അങ്ങ് വേവിച്ചേക്കാം. നമ്മുടെ അരയ്ക്കാനുള്ളതൊന്ന് അരച്ചുകൊണ്ട് വരണേ. 1 മുറി തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 2-3 ചെറിയുള്ളി. അത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഇനി നമ്മുടെ കറി ഒന്ന് നോക്കണ്ടേ? ഇതാ കായും ഉണക്കമീനും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കണ്ടോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ വേണേ. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. ഇനി ഇതിനകത്ത് അങ്ങനത്തെ ഒന്നും ചേർക്കണ്ട. ഉണക്കമീനായതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇന്ന് തിള വരട്ടെ. കറിയൊക്കെ തിള വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് കടുക് ഒന്ന് വറുത്തിടാം. ഒരു പാൻ അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞപ്പം കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് നമ്മുടെ ആണക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. ഉണ്ടാക്കാത്തവരെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചോറുണ്ണാൻ ഇത് മാത്രം മതിയാവും. ഒരു നാടൻ കറി അല്ലേ, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയാണോ എന്നൊന്ന് പറയുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ബൈ.